പേഷ്യൻറ്റിൻ്റെ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം അത്യാവശ്യം നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഡെലിവറി നോർമലായിരുന്നു. ഈ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ തേർഡ് ഡെലിവറിയിൽ കുറച്ച് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ ആവശ്യത്തിന് ഹീമോഗ്ലോബിൻ ഉണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. അതോടൊപ്പം ആവശ്യത്തിനുള്ള ബ്ലഡ് പ്രൊഡക്ട്സും ഒക്കെ ഒന്ന് എൻഷ്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബേബിയുടെ ഡെലിവറിക്ക് ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ലോകത്തിലുള്ള എല്ലാ മെറ്റേണിറ്റി ഹോസ്പിറ്റലുകളിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രസവം എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ഗർഭധാരണം നാച്ചുറൽ പ്രോസസ്സാണ്. അത് ചില ഇൻ്റർവെൻഷൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അത് സ്വാഭാവികമായിട്ട് നടക്കും. എന്നാൽ ഇത്തരത്തിലുള്ള വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആൻറ്റിനേറ്റൽ ചെക്കപ്പുകളിലൂടെ മാത്രമാണ്. അപ്പോൾ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് ഒന്നും ഇല്ലാതെ ഒരു ലേഡി പ്രസവത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് മിസ് ചെയ്തു പോവുകയും അങ്ങനെ പ്രസവം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് മാറുകയും അത് ഈവൻ മെറ്റേണൽ ഡെത്തിന് പോലും കാരണമായിട്ട് തീരാറുമുണ്ട്. അതേപോലെ തന്നെ പ്രസവത്തിന് ശേഷം ബേബിയുടെ ഡെലിവറിക്ക് ശേഷം മിക്കവാറും നമുക്ക് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് പോസ്റ്റ്മോർട്ടം ഹെമറേജ്. ഇന്ത്യയിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 47% മെറ്റേണൽ ഡെത്തിന് കാരണമായിട്ടുള്ളത് ഈ ഒരു ഹെമറേജാണ്. അപ്പോൾ ഈ ഒരു ഹെമറേജ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം പ്ലാസൻ്റയുടെ ഡെലിവറി, ആ ഡെലിവറിയൊക്കെ നടക്കുന്ന ഒരു സമയത്തെയാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് പാസീവായിട്ട് മാനേജ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്താൽ, അതായത് യൂട്രസ് ചുരുങ്ങുവാനുള്ള മരുന്നുകൾ കൊടുക്കുന്നു, അതോടൊപ്പം പ്ലാസൻ്റയുടെ ഡെലിവറി കുറച്ചുകൂടി ഈസി ആയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഗണ്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം ഹെമറേജ് കുറയുന്നതായിട്ട് പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് WHO ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ഫാഷൻ അനുസരിച്ചിട്ട് വീട്ടിൽ ജനനം നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്റ്റീവ് മാനേജ്മെൻറ്റുകളൊന്നും യൂഷ്വലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലൂസാകുന്നത് ഒരു ഗോൾഡൻ അവറാണ്. അതായത് പ്രസവത്തിന് കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ്. ഈ ഒരു കോംപ്ലിക്കേഷൻ ആ സമയത്ത് ടാക്കിൾ ചെയ്തിട്ടില്ലെങ്കിൽ മെറ്റേണൽ ഡെത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രസവം എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആകുന്നതല്ലേ സേഫ്.